നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈനീസ് സന്ദർശനം പുരോഗമിക്കുകയാണ്. 2 ദിവസത്തെ ഉഭയകക്ഷി ചർച്ചകൾക്കായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലെത്തിയിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം വിശദമായ ചർച്ചകൾ നടത്തി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 2 രാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയം നടന്നതായിട്ടാണ് റിപ്പോർട്ട്. 2 രാജ്യങ്ങളും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ നടുവിലാണ്. ഈ സമയത്താണ് 2 രാഷ്ട്ര തലവന്മാരും ചൈനയിൽ ഒത്തുകൂടുന്നത്. എന്നാൽ ഈ സന്ദർശനത്തിനിടയിൽ വളരെ വിചിത്രമായ പല കാര്യങ്ങളും നടന്നുവെന്ന് അമേരിക്കൻ വാർത്താലേഖകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സുരക്ഷ നൽകുന്ന സുരക്ഷാ ഏജൻസിയാണ് സീക്രട്ട് സർവീസ്. ഈ സീക്രട്ട് സർവീസിൻ്റെ ഉദ്യോഗസ്ഥരും ചൈനീസ് പോലീസിൻ്റെയും ചൈനീസ് സുരക്ഷാ ഏജൻസികളുടെയും ഉദ്യോഗസ്ഥരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായെന്നും ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും മുന്നിൽ അമേരിക്കയുടെയും ചൈനയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ തമ്മിലടിച്ചു. ഇതാണ് വലിയ രീതിയിൽ ഇപ്പോൾ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ചൈനീസ് പോലീസും അമേരിക്കൻ മാധ്യമ പ്രവർത്തക സംഘവും ഇത്തരത്തിലുള്ള സംഘർഷത്തിനിരയായി എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന വേദികളുടെ പുറകുവശത്താണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ അരങ്ങേറിയത്. ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അമേരിക്കൻ സീക്രട്ട് സർവീസിന്റെ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടിയത് ചൈനയുടെ ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ചർച്ച നടക്കുന്ന ഒരു വേദിയിലേക്ക് ആയുധവുമായി അമേരിക്കൻ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ കയറാൻ ശ്രമിച്ചതാണ്. ടെമ്പിൾ ഓഫ് ഹെവൻ എന്നത് ചൈനയുടെ ചരിത്ര പ്രസിദ്ധമായ ഒരു കെട്ടിട സമുച്ചയമാണ്. പുരാതന ചൈനീസ് രാജാക്കന്മാർ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ആരാധനയ്ക്കുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ക്ഷേത്രമായിരുന്നു അവ. അതിപ്പോൾ ചൈനീസ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെയാണ് തന്ത്രപ്രധാനമായ ചർച്ചകളും മറ്റും നടക്കുന്നത്. അങ്ങനെ ട്രംപും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ചർച്ചകളുടെ ഒരു വേദി ഈ ടെമ്പിൾ ഓഫ് ഹെവൻ ആയിരുന്നു. ഇവിടേക്ക് ആയുധങ്ങളുമായി കടന്നു കയറാൻ കഴിയില്ല എന്ന് ചൈനീസ് സുരക്ഷാ ഏജൻസികൾ നിർബന്ധം പിടിച്ചു. അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് സായുധ സംഘം എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുഗമിക്കേണ്ടതുണ്ട്. ട്രംപിന് ചുറ്റുമായി ഇവർ എപ്പോഴും നിലയുറപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ആ സംഘത്തെ ആയുധവുമായി ഒരു കാരണവശാലും കടന്നു കയറാൻ കഴിയില്ലെന്ന് ചൈനീസ് സുരക്ഷാ ഏജൻസികൾ ഷഡിക്കുകയായിരുന്നു. ഇതാണ് സംഘർഷത്തിന് കാരണമായത്. ഇരു സുരക്ഷാ ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് നയതന്ത്ര പ്രതിനിധികൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോൾ കനത്ത സുരക്ഷയാണ് സീക്രട്ട് സർവീസ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഈ അടുത്ത കാലത്തും അമേരിക്കയിൽ പോലും വധശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള തീവ്രവാദി സംഘടനകളടക്കം അതോടൊപ്പം തന്നെ ഇറാനെ പോലെയുള്ള രാജ്യങ്ങളുടെ സീക്രട്ട് സർവീസ് അല്ലെങ്കിൽ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളടക്കം ട്രംപിൻ്റെ ജീവന് അല്ലെങ്കിൽ ഭീഷണിയായി ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന് വലിയ സുരക്ഷ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ട്രംപിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സുരക്ഷയ്ക്ക് സാധാരണഗതിയിൽ സീക്രട്ട് സർവീസ് വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ടെമ്പിൾ ഓഫ് ഹെവനിൽ നടക്കുന്ന ചർച്ചാവേദിയിലേക്ക് പ്രസിഡന്റിനോടൊപ്പം ആയുധധാരികളായി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് ചൈനീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ നിയമമേ ഇവിടെ നടപ്പിലാകൂ എന്നാണ് ചൈനീസ് ഉദ്യോഗസ്ഥർ ശാഠ്യം പിടിച്ചത്. ഇതാണ് ചെറിയ തോതിലുള്ള സംഘർഷത്തിന് കാരണമായതെന്ന് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനീസ് മാധ്യമങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൈനയിൽ നടന്നാലും അതെല്ലാം വളരെയധികം സെൻസർ ചെയ്തതിന് ശേഷമായിരിക്കും പുറം ലോകം അറിയുക. അമേരിക്കൻ പ്രസിഡന്റിനോടൊപ്പം അമേരിക്കൻ മാധ്യമ പ്രവർത്തകരുടെ സംഘവും യാത്ര ചെയ്തതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞത്. സുരക്ഷാ ഏജൻസികൾ തമ്മിൽ മാത്രമല്ല ഏറ്റുമുട്ടിയത്, അമേരിക്കൻ മാധ്യമ പ്രവർത്തക സംഘവും അതുപോലെ തന്നെ ചൈനീസ് പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. അമേരിക്കൻ സുരക്ഷാ ഏജൻസികളും ചൈനീസ് മാധ്യമ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് 2 ദിവസത്തെ പരിപാടികളിലുടനീളം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
ട്രംപ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്ന വേദിയിലേക്ക് ചൈനീസ് മാധ്യമ പ്രവർത്തകർ ചാടിക്കയറിയപ്പോൾ ഒരു അമേരിക്കൻ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ തട്ടി വീണിരുന്നു. അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ പരിക്കേറ്റു. ഇതും ഒരു വാക്കേറ്റത്തിനും മറ്റ് സംഘർഷങ്ങൾക്കുമൊക്കെ കാരണമായിരുന്നു. പിന്നീട് അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ സംഘത്തെ ഈ ചൈനീസ് പ്രസിഡന്റും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ചർച്ച നടക്കുന്ന വേദിയിലേക്ക് കയറ്റിവിടാൻ ചൈനീസ് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ല. ഇവരെ നിർബന്ധം പിടിച്ച അല്ലെങ്കിൽ വേദിയിലേക്ക് കടക്കണമെന്ന് നിർബന്ധം പിടിച്ച അമേരിക്കൻ മാധ്യമ പ്രവർത്തക സംഘത്തെ പുറത്ത് ഒരു വേദിക്കരികിൽ തന്നെ പുറത്തൊരു മുറിയിലിട്ട് പൂട്ടിയിട്ടു. ഇവർക്ക് കുടിവെള്ളം നിഷേധിക്കുകയും അതുപോലെ തന്നെ ഉയർന്ന ടെമ്പറേച്ചറിൽ AC ഒന്നുമില്ലാതെ അവരെ ആ മുറിക്കകത്ത് നിർത്തുകയും ചെയ്തു എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മുറിക്ക് കാവൽ നിന്നിരുന്ന ചൈനീസ് പോലീസ് ഉദ്യോഗസ്ഥരുമായി മാധ്യമ പ്രവർത്തക സംഘം വാക്കേറ്റം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഒരു കാരണവശാലും വേദിയിലേക്ക് കയറ്റിവിടാൻ കഴിയില്ല എന്ന് ചൈനീസ് പോലീസ് നിർബന്ധം പിടിക്കുന്നതും എന്നാൽ അതിന് കഴിയില്ലെന്നും ഞങ്ങൾക്ക് പ്രസിഡന്റിന്റെ പരിപാടികൾ റിപ്പോർട്ട് ചെയ്തേ മതിയാകൂ എന്ന് അമേരിക്കൻ മാധ്യമ പ്രവർത്തക സംഘം വാശി പിടിക്കുന്നതും നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് അവരുടെ വാശിക്ക് ചൈനീസ് പോലീസ് വഴങ്ങുന്നു. അവരെ ഓരോരുത്തരായി വേദിയിലേക്ക് കയറ്റിവിടുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ സംഘർഷഭരിതമായിരുന്നു ഇത്തരത്തിലുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്നലെയും ഇന്നുമായിട്ടുള്ള പരിപാടികൾ എന്ന് പറയാതെ വയ്യ. എന്തായാലും വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് ഇരു രാജ്യങ്ങളും ഈ സന്ദർശന വേളയിൽ ചർച്ച ചെയ്തതെന്ന് ചൈനീസ് പ്രതിനിധിയും അമേരിക്കൻ പ്രതിനിധിയും ഒരുപോലെ അറിയിക്കുന്നുണ്ട്. വേദിക്ക് പുറത്ത് നടന്ന ഇത്തരം സംഘർഷങ്ങൾക്ക് പുറമെ ഈ സന്ദർശനം വലിയ വിജയമായിരുന്നു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ നിലപാടുകളെയും നീക്കങ്ങളെയും ചൈന നിശിതമായ ഭാഷയിൽ ചർച്ചയിലുടനീളം ചോദ്യം ചെയ്തു എന്നാണ് സൂചന. ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തായ്വാനാണ്. അതായത് തായ്വാനും ചൈനയും തമ്മിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഘർഷത്തിൻ്റെ വക്കിലാണ്. തായ്വാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭൂവിഭാഗമാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. പ്രത്യേകം സർക്കാരും സൈന്യവും ഒക്കെയുള്ള മറ്റൊരു രാജ്യമാണ് സത്യത്തിൽ തായ്വാൻ. എന്നാൽ തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് ചൈന കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ തായ്വാനിലേക്ക് ഒരു വിദേശ പ്രതിനിധിയെയും സന്ദർശിക്കാൻ അവർ അനുവദിക്കില്ല. മാത്രമല്ല തായ്വാൻ സർക്കാരിനെ ഏതാണ്ട് ലോക്ക് ചെയ്തതുപോലെ തായ്വാൻ എന്ന ദ്വീപരാജ്യത്തെ വട്ടം ചുറ്റിക്കൊണ്ട് ചൈനയുടെ കപ്പലുകളും യുദ്ധവിമാനങ്ങളുമൊക്കെ നിലകൊള്ളുന്നുണ്ട്. ചൈനയുടെ താല്പര്യത്തിന് വിരുദ്ധമായി തായ്വാൻ എന്തെങ്കിലും ചെയ്താൽ ചൈനീസ് പടക്കപ്പലുകളിൽ നിന്നും യുദ്ധവിമാനങ്ങൾ ഈ തായ്വാൻ എയർ സ്പേസിലേക്ക് പ്രവേശിക്കും. അവിടെ വട്ടമിട്ട് പറന്നതിന് ശേഷം തായ്വാൻ ഭരണകൂടത്തെ ഭയപ്പെടുത്തിയ ശേഷമായിരിക്കും ഇത്തരം വിമാനങ്ങൾ തിരികെ ചൈനീസ് കപ്പലുകളിലേക്ക് വരിക. എന്ന് പറഞ്ഞാൽ നിരന്തരം അവരുടെ എയർ സ്പേസ് ലംഘിക്കുക എന്നതാണ് ചൈന അവർക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ചൈനയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യവും തായ്വാൻ ഭരണകൂടം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ തങ്ങൾ തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്നും അവരുടെ സർക്കാരിനെ പുറത്താക്കുമെന്നുമൊക്കെയാണ് ചൈന ഭീഷണി മുഴക്കുന്നത്. ഈ അടുത്ത കാലത്ത് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിലും തായ്വാനെ എത്രയും വേഗം സൈനികമായി കീഴടക്കണം എന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. എന്നാൽ അമേരിക്ക പ്രതിരോധമുയർത്തുന്നത് കൊണ്ട് മാത്രമാണ് ചൈന തായ്വാനെ ആക്രമിക്കാതിരിക്കുന്നത്. തായ്വാന് ചുറ്റും ഇപ്പോൾ ചൈനയുടെ പടക്കപ്പലുകളുണ്ട്. അതിൽ നിറയെ യുദ്ധവിമാനങ്ങളുമുണ്ട്. ഏത് നിമിഷവും ആക്രമിക്കാൻ തയ്യാറെടുത്ത ചൈനീസ് പട്ടാളം നിൽക്കുകയാണ്. അമേരിക്കയുടെ ശ്രദ്ധ ഇപ്പോൾ പശ്ചിമേഷ്യയിലായത് കാരണം ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ചൈന നടത്തുമോ എന്ന് അമേരിക്ക സംശയിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നുണ്ട്. അതേസമയം ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്നും തായ്വാൻ വിഷയത്തിൽ ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ചൈന ശക്തമായ ഭാഷയിൽ തന്നെ ചർച്ചയിൽ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് തായ്വാൻ വിഷയത്തിൽ ചൈനയും അമേരിക്കയും യാതൊരുവിധ അഭിപ്രായ ഐക്യത്തിലും എത്തിയില്ല. രണ്ടാമത്തെ വിഷയം എന്നത് ട്രേഡ് തർക്കങ്ങളാണ്, വ്യാപാര തർക്കങ്ങൾ, അമേരിക്കയുമായിട്ടുള്ള വ്യാപാര തർക്കങ്ങൾ. ചൈന ലോകത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാണ്. ചൈനയിൽ നിന്നും ഒട്ടനവധി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും പോകുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന നികുതി ചുമത്തുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ തങ്ങളും നികുതി ചുമത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക വ്യാപാര യുദ്ധം ആരംഭിച്ചത്. ലോകമെമ്പാടും മാനം മര്യാദയ്ക്കുള്ള
ട്രേഡ് നിയമങ്ങൾ പാലിക്കാൻ അമേരിക്കയും ബാധ്യസ്ഥമാണെന്നും അതുകൊണ്ട് തന്നെ അനാവശ്യമായ വ്യാപാര തർക്കങ്ങൾ ഉണ്ടാക്കരുതെന്നും ചർച്ചയിൽ ചൈന മുന്നറിയിപ്പ് നൽകി എന്നാണ് സൂചന. മൂന്നാമത്തെ കാര്യം സാങ്കേതിക വിദ്യയിലുള്ള തർക്കമാണ്. ചൈനീസ് സാങ്കേതിക വിദ്യകളെ പലപ്പോഴും അമേരിക്ക അനുവദിക്കാറില്ല, അത് നിരോധിച്ചിട്ടുണ്ട്. ചൈനയുടെ പല ടെക്നോളജി കമ്പനികളെയും അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ചൈന ഈ പറയുന്ന ഈ ടെക്നോളജി കമ്പനികളെ ഉപയോഗിച്ച് രാജ്യങ്ങളിൽ ചാരപ്രവർത്തനം നടത്തുന്നു എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഈ വിഷയത്തിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ യാതൊരു അഭിപ്രായ ഐക്യത്തിലും എത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ വിഷയമെന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷമാണ്. ഇറാനെ ആക്രമിക്കരുത് എന്നാണ് ചൈന അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്. ഇറാനെ ഈ യുദ്ധകാലത്ത് ഒരു കാരണവശാലും സഹായിക്കരുതെന്ന് അമേരിക്കയും ചൈനയോട് ആവശ്യപ്പെടുന്നു. ഇറാന്റെ 90% എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. അത് നിർത്തണമെന്നും ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ഉപരോധങ്ങളോട് സഹകരിക്കണമെന്നുമാണ് അമേരിക്കൻ നിലപാട്. എന്നാൽ ഈ നിലപാടുകളെ ഒരു കാരണവശാലും അനുകൂലിക്കാനോ അംഗീകരിക്കാനോ ചൈന തയ്യാറായേക്കില്ല. പ്രത്യക്ഷത്തിൽ ചില വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടായി എന്നതല്ലാതെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈനീസ് സന്ദർശനം കൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും ചൈനീസ് പ്രസിഡന്റിൻ്റെയും 2 ദിവസം പാഴായി എന്ന് മാത്രം.